ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു ഓണത്തിൻ്റെ 2 വിഭവം ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത് ഓലൻ, ഇത് വൻപയറാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇത് കടല, ഇത് കൂട്ടുകറി. അപ്പോൾ ഓലന് വേണ്ടിയിട്ട് ഒരു 2-3 മണിക്കൂർ വെള്ളത്തിയിട്ട പയറായതേ വൻപയർ. അത് 1 കപ്പ് ഉണ്ട്. അതിൻ്റെ കൂടെ ഇത് 1 കപ്പിൽ തോനെയുണ്ട്. ഒരു 200 ഗ്രാം കടലയുണ്ട്. അത് വെള്ളത്തിയിട്ട് ഒരു 7-8 മണിക്കൂർ വെള്ളത്തിയിട്ട് കൂത്ത് വെച്ച കടലയെ രാത്രി വെള്ളത്തിയിട്ടാൽ മതി, രാവിലെ ഉപയോഗിക്കാം. പിന്നെ അത് കഴിഞ്ഞ് ഇനി ഇത് ഇട്ടിരിക്കട്ടെ. നമുക്ക് ആദ്യം ഓലൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 10-200 ഗ്രാം കുമ്പളങ്ങയുണ്ട്. അത് ഇതിനകത്തിട്ട് കൊടുക്കാം. ഇതിനകത്ത് 4 പച്ചമുളക് അറ്റം പിളർന്നത്, എല്ലാത്തിൻ്റെ അറ്റം പിളർന്നിട്ടേക്കുക. അതിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ആവശ്യമുള്ള ഉപ്പ് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ. ഇനി ഇതിനകത്ത് ഒരു വലിയ തേങ്ങയുടെ 2ാം പാലായത്, 1ാം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കേ. ഇതിനകത്ത് തവിയിട്ട് കൊടുത്തിട്ട്, അല്ലെങ്കിൽ തിളച്ച് വെളിയിൽ പോകത്തില്ലേ വിസിൽ വരുമ്പോൾ, അതുകൊണ്ട് ഞാൻ ഒരു തവി ഇതിനകത്തിട്ട് കൊടുക്കേ. ഇതൊരു 2 വിസിലുകൊണ്ട് നമുക്ക് അണച്ചിടാം. നമുക്കിത് ഈ തവി ഇങ്ങനെ ഇട്ടിട്ട് ഇത് അടച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കേ. 2 വിസിൽ വന്നു കഴിഞ്ഞിട്ട് അടച്ചിടാം. എന്നിട്ട് വെയിറ്റ് ഇട്ട് കൊടുക്കട്ടെ. നമുക്ക് കൂട്ടുകറിക്കുള്ള കടലയിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത്, കുറച്ച് ഉപ്പ്, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് വേവിക്കാം. ഒരു 3 വിസിൽ കേട്ടാൽ മതി. ഇതിനകത്ത് ഒരു തരി ഇട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ഈ അടുപ്പ് കത്തിക്കാം. ഇതൊന്ന് 3 വിസിൽ വരട്ടെ. നമ്മുടെ ഓലൻ്റെ കുമ്പളങ്ങയും വൻപയറും 2 വിസിൽ വന്ന് ഞാൻ അണച്ചിട്ടിട്ടുണ്ട്. ഇത് കടല 3 വിസിൽ വന്ന് അതും അണച്ചിട്ടിട്ടുണ്ടേ. ഇനി നമുക്കിത് പിന്നെ കഷ്ണം വേണ്ടേ ഇതിന് കൂട്ടുകറിക്ക്. അതിന് ചേന അരിഞ്ഞത് ഇതിനകത്തോട്ടിട്ട് കൊടുക്കാം. 2 പച്ചക്ക, നേന്ത്രക്ക, നല്ല വിളഞ്ഞ നേന്ത്രക്ക ആയിരിക്കണേ, അതും ഇട്ട് കൊടുക്കാം. ഇതിനകത്തൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട്, ഇത് മാറ്റേ, ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് അടുപ്പിലോട്ട് വെക്കാം. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേ. പോരാ, ഇച്ചിരി ഒഴിക്കാം. ഇതിനകത്ത് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കേ. ചേനയ്ക്ക് വേവില്ലേ.
എന്നിട്ട് നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വേവട്ടെ. ചേനയും കായും വേവുന്നവരെ അതിന് നമുക്ക് ഈ കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് ഒരു 6 കൊല്ലമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്ത്, ഒരു 3/4 ടേബിൾ സ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുത്തേ. ഇനി ഇത് നമുക്കൊന്ന് വറുക്കാം. ഇതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടേ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുക്കാം. നല്ല മണം വരും. അപ്പോഴും നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അജയ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഒന്ന് റെഡിയായിട്ട് വരട്ടെ. ഇതിനകത്ത് ഒരു 2 തണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നല്ല മൂത്തേ. ഇതിവിടെ നിന്ന് ആറട്ടെ, എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. തണുപ്പത്ത് മിക്സിയുടെ ചെറിയ ജാറിനകത്ത് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. നല്ല പൊടിക്കണം. നമ്മുടെ ഓലൻ്റെ നോക്കാം. ഈ തവി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഒന്ന് തിളച്ച് വെളിയിലോട്ട് വിസിൽ വരുമ്പോൾ പോകത്തില്ല. നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടേ. ഇനി ഇതിനകത്ത് ഇതൊക്കെ മാറ്റാൻ തവി. ഈ അടുപ്പ് കത്തിക്കാം. കൂട്ടുകറിയുടെ ഇങ്ങോട്ട് മാറ്റാം. അവിടെ നിന്ന് വേവട്ടെ. എന്നിട്ട് ഇതിങ്ങോട്ട് വെക്കാം. തീ തീരെ കുറച്ചിട്ട് കൊടുക്കാം. ഇതിനകത്ത് ഒരു തേങ്ങയുടെ 1/4 പാല്, കട്ടിപ്പാൽ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇളക്കാം. കാര്യം ഇവിടെ ഇത്തിരി അങ്ങനെ കുറുകി കട്ടയായിട്ട് വേണ്ട, ഒരിച്ചിരി ലൂസായിട്ട് വന്നാൽ മതി. ഇനി ഇതിനകത്ത് ഈ ഓലൻ്റെ അകത്ത് ഒരു 3 കൊപ്പ് കറിവേപ്പില എടുത്ത് നല്ല ഒന്ന് ഞെരടിയിട്ട് കൊടുക്കേ. ഇനി ഇതിനകത്തോട്ട് ചൂടാവട്ടെ. ഉപ്പുണ്ട് നോക്കട്ടെ. നല്ല തേങ്ങാപ്പാലിൻ്റെയും കറിവേപ്പിലയുടെയും ഒക്കെ നല്ല ടേസ്റ്റാണ്. മിക്കവർക്കും ഈ കറി അങ്ങനെ എനിക്ക് പക്ഷേ ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അത് എരിയുമില്ല, പച്ചമുളകിൻ്റെ എരിയല്ലേ ഉള്ളൂ. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഇതിനകത്തൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ മതി. ഇത് തിളയ്ക്കാൻ പാടില്ലേ. നല്ല ചൂടായിട്ടൊന്ന് നമുക്ക് അരച്ചിടാം. നമ്മുടെ ഓലൻ റെഡിയായേ. ഇനി ഇത് ഇത്രയും ചൂടായാൽ മതി. ഞാൻ ഗ്യാസ് ഓഫാക്കേ. ഇനി ഈ വറുത്ത് വെച്ചേക്കുന്നില്ലേ കൂട്ടുകറിക്ക് വേണ്ടിയിട്ട്, അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കേ.
നമുക്ക് അടുപ്പ് കത്തിക്കേ. ഇടയ്ക്കിടയ്ക്ക് ഈ ചേന എടുത്ത് നോക്കണേ. ചേനയുടെ വേവാണ് ഇതിനകത്ത് നോക്കേണ്ടത്. ഇല്ല, അധികം വെന്തില്ല, വെന്ത് വരുന്നേ ഉള്ളേ. കിടക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കൂട്ടുകറിക്ക് വേണ്ടുന്ന തേങ്ങ വറക്കേ. ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏറെ എണ്ണ വേണേ, കാര്യം തേങ്ങ വറുത്തെടുക്കണ്ടേ. ഒരു 2-3 ടേബിൾ സ്പൂണോളം എണ്ണ വേണേ, മതി. ഇനി വേറെ എണ്ണയൊന്നും ഇതിനകത്ത് വേണ്ടേ. എണ്ണയൊന്ന് ചൂടാവട്ടെ. നമ്മൾ എണ്ണ ചൂടായി. ഇതിനകത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ട് നമ്മളെ കടുകെല്ലാം ഒന്ന് പൊട്ടി കഴിഞ്ഞിട്ട് നല്ല 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കേ. ഉഴുന്നൊന്ന് നോക്കട്ടെ. ഇതിനകത്തോട്ട് 1 തേങ്ങ ചിരുകിയത് അതിട്ട് കൊടുക്കാം. ഇനി ഇത് കൈയെടുക്കാതെ ഇളക്കണേ. നല്ല ചുമക്കനെ മൂത്ത് കിട്ടണം. നമ്മുടെ ചേന നോക്കേ. ഓക്കെ, ചേനയൊക്കെ നല്ല വെന്ത് വരുന്നുണ്ട്. ഇതിനകത്ത് നമ്മളിപ്പം പൊടിച്ചില്ലേ, അതിനകത്തോട്ട് ഇട്ട് കൊടുക്കേ. തേങ്ങ ഇടയ്ക്ക് തേങ്ങ ഇളകി കൊടുക്കണം, തേങ്ങ കരിയൊക്കെ. ഇനി ഇത് ഇളക്കേ. പച്ചക്കായ്ക്ക് നേന്ത്രക്കായ്ക്ക് വലിയ വേവില്ലല്ലോ. ചേനയാണ്, ഇതാ നോക്കിയേ, ചേന നല്ല വെന്ത് കണ്ടോ. കുഴഞ്ഞൊന്നും പോയിട്ടില്ല, എന്നാലും ഇത് ഇരിക്കട്ടെ. ചെറിയ തേയിൽ ഇങ്ങനെ കിടക്കും. നമ്മുടെ ഈ കൂട്ടുകറിയുടെ തേങ്ങ പുറത്ത് വരുന്നില്ലേ, അതിനകത്ത് ഒരു 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി ഇതും കൂടെ ഒന്ന് മൂക്കട്ട് കിടന്നു. മൂത്ത് വരുന്നുണ്ട്, ചെറിയൊരു കളർ വന്നിട്ടുണ്ട്. ക്യാമറയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇനി നമ്മുടെ ഈ ചട്ടി ചൂട്ടുകറിയല്ല, കൂട്ടുകറിയുടെ അടപ്പ് മാറ്റാം. ഇതൊന്ന് ഇളക്കാം. നല്ല മണം കുരുമുളകിൻ്റെ. ഇനി ഇതിനകത്ത് ഒരു ചെറിയ കട്ട ശർക്കര, ഒരു ഉണ്ടയില്ല, അതിൻ്റെ പാതി, അതൊന്ന് ഇത് എന്തെങ്കിലും കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കരയെ, പൊടി ശർക്കരയല്ല, കട്ട ശർക്കര തന്നെ, പൊടിച്ചതാണ്. അത് ഇതിനകത്തൊന്ന് ഇളക്കേ. തേങ്ങ ഇതൊന്നിനി കൈവിടാതെ ഇളക്കണം. ഇത് നല്ല രസമാണ് കൂട്ടുകറി കഴിക്കാൻ. ഒരു മധുരവും എരിയും ഒക്കെ ഉള്ളു. ഈ തേങ്ങയുടെയൊക്കെ ഒരു വറുത്ത തേങ്ങയുടെയൊക്കെ ഒരു രുചിയൊക്കെ ഇല്ലേ, ഇത് ടേസ്റ്റാണ്. സദ്യ സ്റ്റൈൽ കൂട്ടുകറി.
ഇനി ഇത് ഞാൻ അണയ്ക്കാൻ പോവേ. മതി. ഗ്യാസ് ഓഫാക്കി ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ കരി പാത്രത്തിൽ. ഇതൊന്ന് തണുക്കട്ടെ. നമ്മളെ കൂട്ടുകറിയുടെ കടല എന്തോന്ന് നോക്കട്ടെ. നല്ല വെന്തിട്ടുണ്ടേ. നമുക്ക് ഗ്യാസ് ഇത് കത്തിക്കേ, ഈ അടുപ്പ് കത്തിക്കേ. ഈ സ്റ്റൗ കത്തിച്ചിട്ട് ഇതിങ്ങോട്ട് വെക്കാം. ഈ ഗ്യാസ് ഓഫാക്കാം. ഇത് തുറക്കാം. ഇതിനകത്ത് ഈ കടല വേവിച്ചല്ലേ ഇട്ടു കൊടുക്കാം. പക്കു പുറത്ത് ആരോ ശബ്ദം വെക്കുന്നതിൻ്റെ. നല്ല മിക്സ് ചെയ്തിട്ട് ഇളക്കിയിട്ട് എനിക്ക് വെള്ളം ആവരുതേ. എൻ്റെ വെള്ളമൊക്കെ ഒന്ന് വരട്ടിട്ട് നമ്മൾ തേങ്ങ വറുത്ത് വെച്ചേക്കുന്നില്ലേ. ഞാൻ കടല ഇത്രയും ഇട്ട് കൊടുത്തിട്ടുള്ളേ. ഇത്രയും മതി. ഇതൊന്ന് അടച്ച് വെച്ചേക്കാം. ഈ തേങ്ങ എടുക്കുമ്പോൾ ഈ വറുത്ത തേങ്ങയില്ലേ, അത് ഈ മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അരക്കരുത്. ഒന്ന് ചെറുതായിട്ട് ഒറ്റ മാത്രം മതിയേ. ചെറിയൊരു, ഞാൻ വേറെ അരപ്പ് ഒന്നും ചേർക്കുന്നില്ല. ഇത് മാത്രമേ ഉള്ളൂ. നമ്മളെ കടല കൂട്ടുകറിയുടെ വെള്ളം ഇച്ചിരി പറ്റണേ. നമുക്ക് തുറന്നിടാം. ഇനി നല്ല മണം. ഒന്നുകൂടെ ഒന്ന് പറ്റട്ടെ. ഇനി ഇതിനകത്ത് നമുക്ക് ഈ തേങ്ങ പൊടിച്ചിരിക്കുന്നില്ലേ, അതിട്ട് കൊടുക്കാം. കണ്ടോ തേങ്ങ ഉണ്ടോ? ആ ഒന്ന് പൊടിയത്തേ ഉള്ളേ, നല്ല പൊടിയരുത്. ചതച്ചെടുക്കുക. ഞാനെപ്പം കൂട്ടുകറി ഉണ്ടാക്കിയാലും ഇങ്ങനെ ഉണ്ടാക്കത്തുള്ളൂ. ഇനി വേറെ എക്സ്ട്രാ തേങ്ങയൊന്നും അരപ്പൊന്നുമില്ല. പിന്നെ നല്ലൊന്ന് മിക്സ് ചെയ്യാം. ക്യാമറയിൽ എനിക്ക് തോന്നുന്നില്ല ഇത് കറുകളായിരിക്കുമെന്ന് തോന്നുന്നു. പക്ഷേ കറുപ്പല്ല, നല്ല കളർ തന്നെയാണ്. ഇതിൻ്റെ പെർഫെക്റ്റ് കളറിൽ കിട്ടിയിട്ടുണ്ട്. എന്താ മണവാ. നമുക്ക് ഗ്യാസ് ഓഫാക്കേ. ഇതൊക്കെ ഒന്ന് സർവിങ് ബൗളിലോട്ട് മാറ്റാം. നമുക്ക് ആദ്യം കൂട്ടുകറി അല്ല ഓലൻ്റെ അതൊക്കെ അത് ഇരുന്നപ്പം തന്നെ അങ്ങ് കുറിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വെക്കാം. നമ്മുടെ ഓലന് പിടിച്ചിരിക്കട്ടെ. ഇനി അടുത്തത് കൂട്ടുകറിയുടെ എടുക്കാം. നല്ല മണം കൂട്ടുകറിയുടെ. കുരുമുളകിൻ്റെ കണ്ടില്ലേ, നമ്മളെ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി. ഇങ്ങനെ കൂട്ടുകറി ഉണ്ടാക്കി വയ്ക്കാം. അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. അന്നേരം ഭയങ്കര വലിയ മധുരമൊന്നുമില്ലേ, എന്നാലും ഉണ്ട് മധുരം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേ. എന്നിട്ട് ഇതുപോലെ തന്നെ ഓലനൊക്കെ എന്ത് ഈസിയാണ് ഉണ്ടാക്കുക. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ. നല്ല ടേസ്റ്റാണ് ഓലൻ കഴിക്കാൻ.
ഒരു 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 വികാരം, ഒരു നിർഗുണപര ബ്രഹ്മം എന്നൊക്കെ പറയത്തില്ലേ, നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കറിയായത്. വലിയ എരിയില്ല. ആ തേങ്ങാപ്പാലിൻ്റെയും വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയൊക്കെ നല്ല ടേസ്റ്റല്ലേ. അപ്പം കൂട്ടുകറിയും ഓലനും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അപ്പം അടുത്ത വിഭവമായിട്ട് അടുത്ത ദിവസം